കീമിൻ്റെ അപ്ലിക്കേഷനൊക്കെ കംപ്ലീറ്റഡ് ആയല്ലേ? അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കീമിൻ്റെ പ്രിപ്പറേഷൻ നമ്മളെപ്പോഴും എന്ന് പറയുന്നൊരു കാര്യമാണ്. +2 ബോർഡ് എക്സാം കഴിഞ്ഞ് നമുക്ക് കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ? കാരണം നമുക്ക് ആകെ 10-12 ദിവസങ്ങൾ മാത്രമായിരിക്കും ബോർഡ് എക്സാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ബോർഡ് എക്സാമിനൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ എത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ എപ്പോഴും നമ്മൾ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ അതിലെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കീം എക്സാമിൻ്റെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് കീം എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വെയിറ്റേജ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ട് അല്ലേ? നമുക്കറിയാം 150 ക്വസ്റ്റ്യൻസ് ആണ് കീം എക്സാമിന് ഉണ്ടാവുക. അതിൽ മാത്തമാറ്റിക്സിൽ നിന്ന് 75 ചോദ്യങ്ങളും ഫിസിക്സിൽ നിന്ന് 45 ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ നിന്ന് 30 ചോദ്യങ്ങൾ ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ഉണ്ടാവുക കെമിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ പലരുടെയും ഒരു ധാരണ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, 30 ചോദ്യങ്ങളല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഫിസിക്സിനും മാത്സിനും അല്ലേ കൊടുക്കേണ്ടത് എന്നൊരു ധാരണ പലരുടെയും ഉള്ളിലുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ പറയാം. കാരണം 30 ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഫിസിക്സുമായിട്ടും മാത്സുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ആ 30 ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നതിൽ, നിങ്ങളുടെ കീം റാങ്ക് തീരുമാനിക്കുന്നതിൽ ആ 30 ചോദ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ഞാൻ പറയാം. ഓക്കെ, കാരണം നമ്മൾ ഈ 3 സബ്ജക്റ്റുകളിലും ഏറ്റവും ഈസി ആയത് കെമിസ്ട്രിയാണ്. അപ്പോൾ 30ൽ 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 120 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കാണ് കീം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ആ 120 മാർക്ക് സെക്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അതിന് കെമിസ്ട്രിയിലെ ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? എല്ലാ ചാപ്റ്ററുകളും പഠിക്കേണ്ടതെന്നല്ല, എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? അതിന് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. കെമിസ്ട്രിയെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് അല്ലേ? അതിൽ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ ചാപ്റ്ററുകൾ എണ്ണം വളരെ കുറവാണ്. കാരണം കുറേ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഡിലീറ്റ് ചെയ്ത് പോയി നമുക്കറിയാം. ആ ഉള്ള ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന 3 ചാപ്റ്ററുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 1 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, 2 DNF ബ്ലോക്ക് എലമെന്റ്സ്, 3 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ 3 ചാപ്റ്ററുകളിൽ നിന്നാണ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് കീമിന്റെ ചോദ്യ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി ഓർഗാനിക്കിലേക്ക് വരാം. ഓർഗാനിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ടല്ല ഓർഗാനിക്കിന്റെ ചോദ്യങ്ങൾ നോർമലി ചോദിക്കുക. 1, 2, 3 ചാപ്റ്ററുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നോർമലി ചോദിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്ര ചോദ്യങ്ങൾ വരും അല്ലെങ്കിൽ ഇതിനാണ് കൂടുതൽ വെയിറ്റേജ് എന്ന് ഓർഗാനിക്കിൽ പറയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാം, ഓർഗാനിക് നിങ്ങൾ കംപ്ലീറ്റ് ആയും പഠിക്കണം തന്നെയാണ്. ഓർഗാനിക്കിന് എല്ലാ ചാപ്റ്ററുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം തന്നെയാണ് പറയുക. എന്നാലും എടുത്തു പറയാൻ പറഞ്ഞാൽ ഞാനൊരു 3 ചാപ്റ്റേഴ്സ് പറയാം. 1 ഹൈഡ്രോ കാർബൺസ്, +1 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺസ്. 2 +2ലേക്ക് നമ്മൾ വരുമ്പോൾ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. 3 +2ലെ തന്നെ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഈ 3 ചാപ്റ്ററുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണം കേട്ടോ, പഠിക്കേണ്ടതെന്നല്ല. കാരണം ഓർഗാനിക്കിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ചാപ്റ്ററുകൾ പരസ്പരം കണക്ട് ചെയ്ത ചോദ്യങ്ങളാണ് വരിക. ഓക്കെ, ഇനി ഫിസിക്കലാണ്. ഫിസിക്കലിലും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 സ്ട്രക്ചർ ഓഫ് ആറ്റം, +1ലെ ചാപ്റ്ററാണ്. 2 തെർമോഡൈനാമിക്സ്, 3 ഇക്വിലിബ്രിയം. ഇത് 3ഉം +1 ചാപ്റ്റേഴ്സ് ആണ്. +2ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഫിസിക്കൽ കെമിസ്ട്രിയുടെ 5 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ മക്കളെ, ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അല്ലേ കെമിസ്ട്രിയെ കുറിച്ച്? കെമിസ്ട്രി സ്കിപ്പ് ചെയ്യേണ്ടതല്ല, കെമിസ്ട്രിക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ 30ൽ 30 ചോദ്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയണം. ഓൾ ദി ബെസ്റ്റ്.